ആദർശത്തിന്റെ അഗ്നിരഥത്തിൽ അഭിനവ പാർത്ഥസാരഥി. അർജുന ലക്ഷങ്ങൾക്ക് കർമ്മവീര്യത്തിന്റെയും ധർമ്മബോധത്തിന്റെയും ദിവ്യഗീതാമൃതം പൊഴിക്കുവാൻ പരമപൂജനീയ സർസംഘചാലക് ഡോക്ടർ മോഹൻജി ഭാഗവത് സമാഗതനാകുന്നു. ഫെബ്രുവരി 24 ചരിത്രത്തിന്റെ നാഴികമണിയെ നിഷ്പന്ദമാക്കിയ കേരള പ്രാന്ത സാംഖികിന്റെ സമാരംഭ മുഹൂർത്തം. നിരാശയുടെ കൂരിരുട്ടിൽ നിപതിച്ചുപോയ ഒരു രാഷ്ട്രത്തെ പ്രത്യാശയുടെ പൊൻപ്രഭയിലേക്ക് നയിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം. സുസംഘടിത ഹിന്ദു സമാജ നിർമ്മിതിക്കായി പരമപൂജനീയ ഡോക്ടർ ജിയിൽ ആരംഭിക്കുന്ന സർസംഘചാലക പരമ്പര നടത്തിയിട്ടുള്ള ഐതിഹാസികമായ ഭാരത പരിക്രമണങ്ങൾ ഉണർത്തിയ സംഘബോധം. സ്വയം സേവക ലക്ഷ്യങ്ങൾക്ക് പകർന്നു കിട്ടിയ ദിശാദർശനം. ഒരു രാഷ്ട്രത്തിന്റെ വൈഭവ പരകോടിയിലേക്കുള്ള ചൈതന്യപ്രവാഹം ഇവിടെ ആരംഭിക്കുന്നു. സംഘസ്ഥാപനത്തിനും ദൃഢീകരണത്തിനുമായി പൂജനീയ ഡോക്ടർ ജി നടത്തിയ നിരന്തര യാത്രകൾ. 1940 മുതൽ സംഘടനാ വ്യാപനത്തിനായി പൂജനീയ ഗുരുജിയുടെ ഭഗീരഥ തീർത്ഥാടനങ്ങൾ. സാമൂഹ്യ സമത്വവും സമാജ പരിവർത്തനവും ലക്ഷ്യമാക്കി പൂജനീയ ദേവറസ്തി നടത്തിയ രാഷ്ട്രപരിക്രമങ്ങൾ. സാമൂഹ്യ സമരസതയുടെയും സമന്വയത്തിന്റെയും സാത്വിക ശബ്ദമായി ഭാരതത്തിന്റെ ഹൃദയം തൊട്ട പൂജനീയ രജ്ജുഭയ്യായിയുടെ പ്രവാസങ്ങൾ. ബൗദ്ധിക ചക്രവാളത്തിൽ ആശയ സംവാദത്തിന്റെ ചിറകിലേറി സീമോല്ലംഘനം നടത്തിയ ബൗദ്ധിക ക്ഷത്രിയൻ പൂജനീയ സുദർശൻജിയുടെ വിസ്തൃത യാത്രകൾ. സ്വജീവിതം കൊണ്ട് സംഘവളർച്ചയുടെ നാൾവഴികൾ കുറിച്ച മഹാരഥന്മാരെ പിന്തുടർന്ന് സംഘത്തിന്റെ 6ാമത് സർസംഘചാലകനായി പൂജനീയ ഡോക്ടർ മോഹൻജി ഭാഗവത് അവരോധിതനാകുന്നു. സംഘദിഗ്വിജയത്തിന്റെ ശംഖലി മുഴക്കി ഭാരതമാസകലം പൂജനീയ മോഹൻജി ഭാഗവത് നടത്തിയ വിസ്തൃത പരിക്രമണം 2010 ഫെബ്രുവരി 24 കേരളത്തിൽ എത്തിച്ചേരുമെന്ന് നിശ്ചയിക്കപ്പെടുന്നു. പുതിയ സർസംഘചാലകനെ വരവേൽക്കുവാൻ കേരള സംസ്ഥാനത്തിലെ മുഴുവൻ സ്വയം സേവകരും പൂർണ്ണ ഗണവേഷത്തിൽ അണിനിരക്കുവാൻ കേരളത്തിന്റെ സംഘനേതൃത്വം തീരുമാനമെടുത്തു. സമാനതകളില്ലാത്ത ഈ സംഘസമാവേശത്തിന് പുരാതന തുറമുഖ നഗരമായ കൊല്ലം വേദിയായത് മറ്റൊരു ചരിത്ര നിയോഗം. കേരളത്തിലെ മുഴുവൻ സ്വയം സേവകർക്കും ലഭിച്ച ആജ്ഞയായിരുന്നു ഇത്. അവർ പരംപൂജനീയ സർസംഘചാലകനെ വരവേൽക്കുവാൻ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങി. ഗൃഹസമ്പർക്കങ്ങൾ, മുഴുവൻ സ്വയം സേവകരുടെയും പേരുവിവരം ശേഖരിക്കൽ, ഗണവേഷം തയ്യാറാക്കൽ, സാംഖിക്കുകൾ, പരിശീലനങ്ങൾ. അങ്ങനെ രാത്രികളെ പകലാക്കി അവർ പ്രവർത്തന നിരതരായി. പൂജനീയ സർസംഘചാലകനെ വരവേൽക്കുവാനുള്ള മഹാസാംഖികിന്റെ മുന്നോടിയായി പൗരപ്രമുഖന്മാർ ഉൾക്കൊള്ളുന്ന ബൃഹത്തായ സ്വാഗത സംഘ രൂപീകരണം എറണാകുളത്തും
തുടർന്ന് സ്വാഗത സംഘ വിപുലീകരണം കൊല്ലത്തും നടന്നു. ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കൊല്ലത്തിനായിരുന്നു കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഐതിഹാസിക പരിവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ പോന്ന മഹാസാംഖിക്കിന് വേദിയാകാനുള്ള ഭാഗ്യം സിദ്ധിച്ചത്. ആ നഗരമുത്തശ്ശി കാവി പതാകകൾ ശിരസിൽ ചൂടി കേരളത്തിന്റെ ഗ്രാമനഗരങ്ങൾ നെഞ്ചേറ്റുവാൻ കാത്തിരുന്നു.